ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അപ്പൊ കാശ് നമ്മൾ വെറൈറ്റി ഒരു ചലഞ്ചുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ചലഞ്ചിന്റെ പേര് ചലഞ്ച്. അപ്പം ഇന്നത്തെ ചലഞ്ചിന് വേണ്ടി നമ്മളൊരു ബൗള് നിറയെ മലയാള അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാ കളിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരായി വന്നിട്ട് ഒരു ലോട്ട് എടുക്കും. എന്നിട്ട് ആ ലോട്ട് തുറക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് തായ കിട്ടിയെന്ന് വെച്ചോ. എനിക്ക് തായെന്ന് കിട്ടിയെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ആ താ കൂട്ടിയിട്ട് ആൻസർ റിപ്ലൈ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ഗെയിം കളിക്കാൻ പോകുന്നത് അടുക്കിരിക്കുന്ന ആളാണ്. സോ നമുക്ക് ലോട്ട് ഇട്ടിട്ട് ഏത് ലെറ്ററാ കിട്ടുന്നതെന്ന് നോക്കാം. എല്ലാ കായോ തായോ ഒക്കെ കിട്ടണേ ദൈവമേ. ഓപ്പൺ ചെയ്തോ. നോക്ക്. ഓയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിട്ട് പോവാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പണിഷ്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പണിഷ്മെന്റ് മുഖത്തിരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങാൻ പോവാണ്. എങ്ങനെ ആൻസർ വരുന്നതെന്ന് നോക്കാം. എന്താ പേര്? ഓമന. എവിടാ വീട്? ഓച്ചിറ. ഓമന എവിടെ വരെ പഠിച്ചു? 1ാം ക്ലാസ്. ഏത് സ്കൂളിലാ പഠിച്ചേ? ഓണച്ചെല്ലം സ്കൂളിൽ. ഓക്കെ, ഓമനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓമനക്കുട്ടൻ, ഓന്ത്, പിന്നെ ആരൊക്കെയുണ്ട്? ഓമരം. ഓമരം. ഓക്കെ. ഓമന എന്താ കഴിച്ച രാവിലെ? ഓട്സ്. ഓട്സ്. ഓക്കെ, കൂടെ എന്തായിരുന്നു? കൂടെ കുടിക്കാൻ എന്തായിരുന്നു? ഓട്സ് കുടിക്കുകയല്ലേ? ഓട്സിന് കൂടെ വേറെ കാപ്പിയോ ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. എന്താ കുടിച്ചേ? ഒട്ടുപാല്. ഓമനക്ക് കൂട്ടുകാരുണ്ടോ? കൂട്ടുകാരുടെ പേരെന്താ? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ മാത്രമേ ഉള്ളൂ? ഓമനക്കുട്ടനേ ഉള്ളൂ. ഓക്കെ. ഓമനയുടെ അച്ഛന്റെ പേരെന്താ? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടനാണോ? അമ്മയുടെ പേരോ? ഓമനവല്ലി. 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 ഓമനക്ക് സിബ്ലിങ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല എന്നുള്ള ആൻസറും ഈയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓയാണ് നമ്മളോട് ചോദിച്ചപ്പോ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ നേരെ പണിഷ്മെന്റ് കൊടുക്കാം. അപ്പൊ പണിഷ്മെന്റ് എടുക്കുക. ഒരു പ്രാവശ്യത്തിന് ക്ഷമിക്കുമോ? അപ്പൊ ഓമനക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അടുത്ത ആൾക്ക് വേണ്ടി നമുക്ക് നോട്ട് എടുക്കാം. കണ്ണടച്ചങ്ങ് എടുത്തോ. ഒന്നെടുത്താ മതി. ഷായാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഷാ കുട്ടി നമുക്ക് ആരംഭിക്കാം. എന്താണ് പേര്? ശ്യാമ. എവിടുന്നാ വരുന്നേ? ശാന്തിപുരം. എവിടെയാ പഠിച്ചത്? ശ്യാമാന്തിലയത്തില്. ശാന്തിനിലയത്തിലോ? എങ്ങനെയാ വന്നേ? ശശിയുടെ കൂടെ. ആരാ ശശി? ശശിയപ്പൻ. ശശിയപ്പൻ. കൂട്ടുകാര് പേര്? ശോഭന. കൂട്ടുകാരുണ്ടോ? ഉണ്ട്. ഉണ്ട്. പണിഷ്മെന്റിലേക്ക് പോവാ. അപ്പൊ വീണ്ടും പണിഷ്മെന്റിലേക്ക് പോയിരിക്കുകയാണ്. തോണ്ടി കൊടുക്കാം. ക്രിസ്മസ് ഫാദറായിട്ടുണ്ട്. താടിയൊക്കെ വെച്ച്. ഹാപ്പി. അടുത്ത ആൾക്ക് നമുക്ക് നോക്കിടാം.
കണ്ണടച്ചെടുത്തോളൂ. കർത്താവേ, പണിയാന്ന് തോന്നുന്നു. ഏതാണ് അക്ഷരം? എ. എളുപ്പമുള്ള അക്ഷരമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യം തുടങ്ങാം. എന്താ പേര്? എലിസബത്ത്. എവിടാ വീട്? എരുമേലി. എവിടെന്നാ വരുന്നേ? എറണാകുളത്തൂന്ന്. എരുമേലിയിൽ എവിടാ? ഏലപ്പാറയില്. എങ്ങനെ വന്നു? എലിക്കുട്ടിയുടെ കൂടെ. എലിക്കുട്ടിയാരാ? എലിക്കുട്ടിയാരാ? എലിക്കുട്ടി എന്റെ കൂട്ടുകാരിയുടെ അമ്മ. എന്ത് കഴിച്ചു? ഏത്തപ്പഴം. ഇതുവഴിയാ വന്നേ? ഇടത്തുവാ വഴി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഏട്ടൻ, ഏച്ചി, പിന്നെ സാധകം ചെയ്യാൻ പറഞ്ഞില്ല. ഏട്ടനും ഏച്ചിയും. ചേച്ചി എത്രയിലാ പഠിക്കുന്നേ? 8ാം ക്ലാസ്. ടീച്ചറിന്റെ പേരെന്താ? എലിക്കുട്ടി. എലിക്കുട്ടിയുടെ വീട് എവിടാ? എറണാകുളത്താ. എല്ലാരും വന്നേ ഇവിടെത്താ? എന്റെ എല്ലാ എറണാകുളത്തുള്ള. ഇതിനെവിടാ? എലിക്കുട്ടിയുടെ വീട്ടില്. എലിക്കുട്ടിയുടെ വീട്ടിലാ? കൂട്ടുകാരുടെ പേരൊക്കെ എന്താ? എലിസബത്ത്, എലൈന്, എസ്തർ. മതി. ഓ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാ. ഇവളുടെ മുഖത്ത് നടക്കും തോന്നില്ല ഗൈസ്. അപ്പം എക്സ് ഇപ്പൊ ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് എനിക്ക് 0, എനിക്ക് മുട്ട, അവിടെ 1. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വോട്ടിട്ട് നോക്കാം. പണിഷ്മെന്റിനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കൊടുക്കാം. എളുപ്പമുള്ളത് കിട്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. അതെ, പറയാൻ പറ്റത്തില്ല. പേരെന്താ? അബിയ. അബിയ. ഓക്കെ. എവിടുന്നാ വരുന്നേ? അർത്തിങ്കൽ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് ആരൊക്കെയുണ്ട്? അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അവരുടെ പേരെന്താ? ആര്യ, അഭിനവ്. രാവിലെ എന്താ കഴിച്ചേ? അരിപ്പുട്ട്. അരിപ്പുട്ടിന്റെ കൂടെ കറി എന്തായിരുന്നു? അവലോസ് പൊടിച്ചത്. അതായത് കറി. നല്ല കറി. കറിയായിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് എന്താ കഴിച്ചേ? ഉച്ചക്ക് അവലോസ് ഉണ്ടാ. അവലോസ് ഇത് മാത്രമേ കഴിച്ചുള്ളൂ. അതെന്താ? അതാ ഇഷ്ടം. ഓ, അവലോസ് ഉണ്ട്. എവിടെ ഇരുന്നാ കഴിച്ചേ? അരിപ്പയുടെ പുറത്ത്. സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? 5ാം ക്ലാസ്സിൽ. സ്കൂളിൽ പോവാറുണ്ടോ? ആ. കൂട്ടുകാരൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ കൂട്ടുകാരുടെ പേര്? അഞ്ജു, അമിത, ആലിയ. ആയോണ്ടെങ്കിൽ പറയുമായിരുന്നു. അച്ഛന്റെ പേരെന്താ? അവറാച്ച്. അമ്മയുടെ പേരോ? അമ്മണിക്കുട്ടി. അമ്മണിക്കുട്ടി. ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? അവലോസ് ഉണ്ട. എല്ലാത്തിനും അവലോസ് ഉണ്ടാണ്. പള്ളിയിലൊക്കെ പോവാറുണ്ടോ? ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ആരു പറഞ്ഞു, ആരു പറഞ്ഞു. ഓക്കെ. ഇഷ്ടപ്പെട്ട കളർ ഏതാ? പണിഷ്മെന്റ് ആയിട്ട് കാണുന്നു. നമുക്ക് പണിഷ്മെന്റിലേക്ക് പോവാം. അതാണെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ.
മുങ്ങിക്കോ. അല്ല ആ കുട്ടി ഏതാ കളറുള്ളേ? അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യം, നമ്മൾ ചോദിച്ചു അല്ലല്ലോ, ഉത്തരമില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും? ഉണ്ടാക്കി പറയണോ? നിങ്ങൾ പറയാ ആ കുട്ടി കളറുണ്ടോ? അലുവയുടെ കളർന്ന് പറയത്തില്ലേ? അങ്ങനെയൊക്കെ പറയത്തില്ലേ? അടുത്ത ആള് വന്നിട്ടുണ്ട്. നമുക്ക് ലോട്ടിട്ട് പണി കിട്ടണേ കർത്താവേ. എടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താ പേര്? ലളിത. എവിടുന്നാ വരുന്നേ? ലണ്ടനിൽ നിന്ന്. എങ്ങനെയാ വന്നേ? ലംബോർഗിനിയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ലൈല, ലൈലയുടെ അച്ഛൻ, ലൈലയുടെ അനിയൻ, ലൈലയുടെ മോൾ. രാവിലെ എന്ത് കഴിച്ചു? ലപ്പം. എവിടെ പഠിക്കുന്നത്? എന്ത് ലപ്പം? ലപ്പം. എവിടാ പഠിച്ചേ? ലണ്ടനിലെ സ്കൂളില്. ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ലഞ്ചില്. ലഞ്ച്. ലഞ്ച്. എന്താ ഉച്ചക്ക് കഴിച്ചേ? ലഡു. ലഡു കഴിച്ചു. ഇനി എങ്ങനെ പോകും? ലംബോർഗിനിയിൽ പോകും. ഇഷ്ടപ്പെട്ട കളർ ഏതാ? ലഡുവിന്റെ കളർ. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ലജ്ജാവതിയെ നിന്റെ കഥ കിടക്കുന്നു. താമരപ്പൂവോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ? ലൈക് വെസ്റ്റേൺ ആണോ മോഡേൺ ആണോ? ലെഗിൻസ്. ലെഗിൻസ്. അത് മാത്രം മതിയോ? ഓക്കെ. ലൈഫ് സ്റ്റൈൽ ഒക്കെ എങ്ങനെ പോകുന്നു? ക്വസ്റ്റ്യൻ തീർന്നു. എന്നാ വെറുതെ വിട്ടേക്കാം. ജയിച്ചിരിക്കുന്നു. ലണ്ടൻ തന്നെ രക്ഷിച്ചു. അപ്പൊ ലണ്ടൻ ബെക്സിയെ രക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത ആളിലേക്ക് പോവാൻ കഴിയും. പിന്നെ എത്ര എണ്ണം വേണം? വളരെ എളുപ്പമുണ്ട്. വിട്ട് നമുക്ക് തുടങ്ങാം. എന്താ പേര്? റിയ. എന്ത് ചെയ്യുന്നു? റിയയുടെ വീട്ടിലിരിക്കുന്നു. എവിടുന്നാ വരുന്നേ? റാന്നി. ഏത് സിനിമയാ ഇഷ്ടം? രാംജി റാവു സ്പീക്കിംഗ്. അതിലാരെയാ ഇഷ്ടം? രാംജി റാവുവിന്. ഈ മുടി ആരെങ്കിലും കെട്ടിത്തന്നേ? റിയയുടെ അമ്മ. എന്താ രാവിലെ കഴിച്ചേ? റാഗി. ഇതുവഴിയാ വന്നേ? റെയിൽവേ കൂടി. ആര് കൊണ്ട് വിട്ടു? റിയയുടെ പപ്പ. എത്രയിലാ പഠിക്കുന്നേ? റിയ. 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 ഇതുവരെ പണിഷ്മെന്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ റിയക്ക് നമുക്ക് അങ്ങ് പണിഷ്മെന്റ് കൊടുക്കാം. ബുക്ക് ഏതെന്ന് പറഞ്ഞോണ്ട് നമുക്കൊക്കെ ബുക്കി വിടാം. പെർഫെക്റ്റ്. ഓക്കെ. ഞാൻ വീണ്ടും ഭാഗ്യം പരീക്ഷിക്കാൻ പോവുകയാണ്. എളുപ്പമുള്ള. പേരെന്താ? രാധ. രാധ. എവിടെ വരെ പഠിച്ചു? ശരീരം. ഓ, മീൻ ശരീരം ചെയ്തോണ്ടിരിക്കുകയാണെന്നായിരിക്കും. എവിടാ പഠിച്ചേ? രാമൻകോട്ട. വീട്ടിലിറക്കിയിട്ട് രാമനും രാധികയും. രാവിലെ എന്താ കഴിച്ചേ? രസം. സാമ്പാറില്ലായിരുന്നു. രാജിരു.
ഇഷ്ടപ്പെട്ട ആളാരാ? രാമൻ. രാമൻ. രാമൻ ആരാ? രാമന്റെ ഭാര്യ സീത. ഇഷ്ടപ്പെട്ട നടനാരാ? രാജീവ്. പണിഷ്മെന്റ് രാജീവിനാണ് ഇഷ്ടപ്പെട്ട ആള്. ഞാൻ രാജീവ് ഗാന്ധി എന്ന് പറയാൻ പറ്റേ നടനാണെന്നുള്ളത് അപ്പോഴും ഓർത്തെ, അത് പറയാൻ പറ്റപ്പോഴും ഓർത്തെ നടനെയാണല്ലോ ചോദിച്ചത്. ഇഷ്ടപ്പെട്ട ആളാരാന്ന് ഞാൻ പറയാൻ വന്നേ. പാവല്ലേ, കൊറേ പണിഷ്മെന്റ് ഏറ്റുവാങ്ങുന്നുണ്ട്. അതെ, എനിക്ക് ഈ റൗണ്ട് ഫുള്ള് മൂന്നാമത്തെ റൗണ്ടിലും പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയിരിക്കുന്നു ഗായ്സ്. എനിക്ക് പണിഷ്മെന്റ് തന്നാലുള്ള ഇത്രയും കൊട്ട് ഗായ്സ്. അപ്പൊ അടുത്ത ആൾക്കുള്ള ലോട്ട് നമ്മള് ഇടാൻ പിടിക്കാം. എടുത്തോളൂ. കണ്ണടച്ചെടുക്കൂ. എല്ലാരും താഴെ കവറ്. ഏതാത്? പേരെന്താ? മരി. എവിടുന്നാ വരുന്നേ? നാട്ടിൽ. ഓക്കെ. എന്ത് കഴിച്ചു? നെല്ലിക്ക. എങ്ങനെ വന്നു? നാനോ കാർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സിനിമ? ഇഷ്ടപ്പെട്ട പാട്ട്? നന്ദലാല. നാടെല്ല കണ്ടറിയും നിന്റെ വേല. ഇഷ്ടപ്പെട്ട കളർ? നീല. ഇഷ്ടപ്പെട്ട ഉടുപ്പ്? ഓക്കെ. പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഉച്ചക്ക് എന്ത് കഴിക്കും? നല്ല ചോറ്. നല്ല ചോറ്. അച്ഛന്റെ പേര്? നാരായണൻ. അമ്മയുടെ പേര്? നാരായണി. അപ്പൊ ഗൈസ്, ഈ റൗണ്ട് എനിക്ക് പണിഷ്മെന്റ് ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ലോട്ട് ഇട്ടിട്ടുണ്ട്, എടുക്കുക. കണ്ണടച്ചെടുക്കൂ. കൊറേ എണ്ണം കൊണ്ട് അത്. പേരെന്താ? കാർത്തിക. വീട്ടിൽ എന്തൊക്കെയുണ്ട്? കാന്താരിയുണ്ട്, കസേരയുണ്ട്, കഥകുണ്ട്. എന്തൊക്കെ കഴിച്ചു? കപ്പ വറുത്തത്. പിന്നെ കപ്പ. എന്ത് കുടിച്ചു? കാപ്പി. എവിടുന്നാ വരുന്നേ? കാസർഗോഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്? കാർത്തികയുടെ അച്ഛൻ, കാർത്തികയുടെ അമ്മ, കാർത്തികയുടെ എല്ലാരും ഉണ്ട്. കാർത്തുമ്പി. അമ്മയുടെ വീട് എവിടെയാ? അമ്മയുടെ വീട് കാഞ്ഞിരപ്പള്ളി. അച്ഛന്റെ വീടോ? അച്ഛന്റെ വീട് കണ്ണൂര്. ലോങ് ഡിസ്റ്റൻസ്. അവരുടെ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? കല്യാണം അറേഞ്ച്ഡ് ആയിരുന്നു. ഓക്കെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? കാന്താരി. എന്ത് ചെയ്യുന്നു? കസാരയിലിരിക്കുന്നു. കൂട്ടുകാരുടെ പേര്? കിരൺ. മൗനരാഗത്തിലാണോ? അതെ. കിരൺ. ഒരു കൂട്ടുകാരനേ ഉള്ളൂ? കൂട്ടുകാരികളില്ല? വീട്ടിലെ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? വീടിനുള്ളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ?
വൈകിട്ട് എന്ത് കഴിക്കും? കഞ്ഞി. വൈകിട്ട് എന്താ പരിപാടി? കഞ്ഞി കുടിച്ചിട്ട് കിടക്കും. എവിടാ കിടക്കുന്നേ? കട്ടിലേല്. അമ്മയുടെ വീട്ടിൽ ആരുണ്ട്? വീട്ടിലമ്മയുടെ അമ്മയുടെ വീട്ടിൽ കായല്ലേ? അമ്മയുടെ വീട്ടിൽ പണിഷ്മെന്റ്. അമ്മയുടെ വീട്ടിൽ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ചെറിയൊരു പണിഷ്മെന്റിലേക്ക് നമുക്ക് പോവുകയാണ് വീണ്ടും. തരൂ. ഇന്നും പീസ ഇല്ല, ഇത് ഇപ്പുറത്തായിക്കോട്ടെ. വായിക്കാത്തോട്ട് കേട്ടോ. അപ്പൊ പണിഷ്മെന്റ് കഴിഞ്ഞ് ഈ റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം 3 റൗണ്ടാണ് ഞങ്ങൾ ഇവിടെ കളിച്ചത്. 3 റൗണ്ടിലും 3 പേര് പണിഷ്മെന്റ് വാങ്ങിച്ചു. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ഞാനാണ്. വിത്ത് 0 പോയിന്റ്സ്. വിത്ത് 0 പോയിന്റ്സ്. എനിക്ക് 2 പോയിന്റ് ഉണ്ടായിരുന്നു. എനിക്കും 2 റൗണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.